ഏറെ പ്രതീക്ഷയോടെ എത്തിയ ഏറെ ചീത്തപ്പേരും വിവാദങ്ങളും ഉണ്ടാക്കിയ കിഫ്ബിക്ക് ഒടുവിൽ പൂട്ട് വീഴുന്നു. പൂട്ടിടുന്നു എന്ന വെളിപ്പെടുത്തലുമായി ഭരണപരിഷ്കാര കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് കിഫ്ബി തുടങ്ങിയതെന്നും ലക്ഷ്യം പൂർത്തിയായതോടെ ഇത് നിർത്തലാക്കുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇതോടൊപ്പം പെൻഷൻ കമ്പനിയും നിർത്തലാക്കും. ഇത് രണ്ടും സംസ്ഥാനത്തിന്റെ ബാധ്യതയെന്ന് കേന്ദ്രം ആവർത്തിക്കുന്നതിനിടെയാണ് വെളിപ്പെടുത്തൽ. ധനവകുപ്പിലെ ജോലിഭാരം സംബന്ധിച്ച് പഠനം നടത്താനാണ് ഭരണപരിഷ്കാര വകുപ്പിനെ ചുമതലപ്പെടുത്തിയത്. ഇതിന്റെ റിപ്പോർട്ടിലാണ് കിഫ്ബിയും പെൻഷൻ കമ്പനിയും നിർത്തലാക്കുമെന്ന് വ്യക്തമാക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് കിഫ്ബിക്ക് രൂപം നൽകിയത്. സ്കൂളുകൾ, ആശുപത്രികൾ അടക്കമുള്ളവയുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ചത് ഇതിലൂടെയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ബജറ്റിൽ നിന്ന് കിഫ്ബിയെ ഒഴിവാക്കുകയാണ് ഉണ്ടായത്. കിഫ്ബിയും പെൻഷൻ കമ്പനിയും സംസ്ഥാനത്തിന്റെ ബാധ്യതയെന്ന് കേന്ദ്രം ആവർത്തിക്കുന്നതിനിടെയാണ് ഇത് നിർത്തലാക്കുമെന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുക്കുന്ന വായ്പകൾ സംസ്ഥാനത്തിന്റെ ബാധ്യതയായി കേന്ദ്രം കണക്കാക്കുകയും കടമെടുക്കാനുള്ള പരിധിയിൽ നിന്നും ഈ തുക കുറയ്ക്കുകയും ചെയ്തിരുന്നു. കിഫ്ബിയുടെ 2150 കോടി മസാല ബോണ്ട് ഇടപാടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ കണ്ടെത്തലാണ് കേരളത്തിൽ ചൂടേറിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. രാജ്യത്തിന് പുറത്തുനിന്ന് സംസ്ഥാനങ്ങൾ കടമെടുക്കരുതെന്ന ഭരണഘടനാ അനുച്ഛേദനത്തിന്റെ ലംഘനമായാണ് മസാല ബോണ്ട് വഴി കിഫ്ബി പണം സമാഹരിച്ചതിനെ CAG കാണുന്നത്. ഇതുവരെയുള്ള കടമെടുപ്പ് സർക്കാരിന് 3100 കോടി രൂപയുടെ ബാധ്യത വരുത്തിയെന്നും CAG വ്യക്തമാക്കുന്നുണ്ട്. 2016-2017 ബജറ്റ് പ്രസംഗത്തിൽ രണ്ടാം മാന്ദ്യ വിരുദ്ധ പാക്കേജിനെ കുറിച്ച് പറയുന്ന ഭാഗത്താണ് ധനമന്ത്രി TM തോമസ് ഐസക് കിഫ്ബിയെക്കുറിച്ച് പരാമർശിച്ചത്. ബജറ്റിലെ പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു: കിഫ്ബി ആക്ടിന്റെ ചട്ടങ്ങൾ പരിഷ്കരിക്കും. ഇതുവഴി സെബിയും RBIയും അംഗീകരിച്ചിട്ടുള്ള നൂതന ധനസമാഹരണ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്താൻ കിഫ്ബിയെ സജ്ജമാക്കും. നിക്ഷേപകർക്കുള്ള പണത്തിന്റെ മടക്കി കൊടുക്കലിനും കടമെടുക്കുന്ന തുകയുടെ വീണ്ടെടുപ്പിനുമായി സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാ തുകയും ഓഗസ്റ്റ് മാസത്തിലെ അവസാന പ്രവൃത്തി ദിവസത്തിന് മുമ്പ് മടക്കി കൊടുക്കും. മോട്ടോർ വാഹന നികുതി തുടക്കത്തിൽ 10%, പിന്നീട് ഉയർത്തി 50% കിഫ്ബിക്ക് നൽകും. പെട്രോൾ സെസ്സും കിഫ്ബിക്കായിരിക്കും. സമാഹരിക്കുന്ന നിക്ഷേപത്തിന് സർക്കാർ ഗ്യാരണ്ടി നൽകും. കിഫ്ബി വഴി സമാഹരിക്കുന്ന പണം ഖജനാവിൽ നിക്ഷേപിക്കുകയോ വകുപ്പുകൾ വഴി ചെലവാക്കുകയോ ചെയ്യില്ലെന്നായിരുന്നു ഐസക് പറഞ്ഞത്.